الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാമ അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അഖീദത്തു തഹാവിയയിൽ തുടർന്നു കൊണ്ട് പറയുന്ന ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. വലാ നുജാദിലു ഫിൽ ഖുർആനി വനഷ്ഹദു അന്നഹു കലാമു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ ഫഅല്ലമഹു സയ്യിദുൽ മുർസലീൻ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം وهو كلام الله تعالى لا يساويه شيء من كلام المخلوقين ولا نقول بخلقه ولا نخالف جماعة المسلمين. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ വ്യക്തമായ ബഹുമാന ആദരണീയമായ കുറച്ച് ആദർശങ്ങളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരികളിൽ കൂടെ നമ്മെ കേൾപ്പിച്ചത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇതിന്റെ മുമ്പും പല ഭാഗങ്ങളിൽ പല രൂപങ്ങളിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു വ്യക്തമായ ഒരു ഓർഡറോ കാര്യങ്ങളോ നോക്കാതെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ആദർശം അത് വിവരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ തുടരെ തുടരെ പല ഭാഗങ്ങൾ പല രൂപങ്ങളിൽ കൂടെ അത് വിശദീകരിക്കുകയാണ്. ആളുകൾ കുറവായതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾ മുന്നോട്ട് വന്നിരുന്ന് സഹകരിക്കുകയാണെങ്കിൽ പറയുന്ന എനിക്ക് കൂടി കുറച്ച് സഹായമാകുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പല പ്രാവശ്യം നമ്മൾ ഉണർത്തിയതാണ്. രോഗമോ അസുഖമോ ക്ഷീണമൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമൊക്കെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പരമാവധി അടുത്തിരിക്കണം. താല്പര്യമുള്ളൊരു വിഷയത്തിന് ഇരിക്കുകയാണെന്ന് നിങ്ങൾ പ്രവർത്തനങ്ങളിൽ കൂടെ ശാരീരിക ഭാഷകളിൽ കൂടെ നിങ്ങളത് വെളിവാക്കി തരണം. ബാറക്കല്ലാഹു ഫീക്കും. വലാ നുജാദിലു ഫിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ നമ്മൾ മുജാദലക്ക് പോകൂല, പരിശുദ്ധ ഖുർആന് കൊണ്ട് ജിദാലിന് പോകൂല എന്നല്ല ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറഞ്ഞത്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, പരിശുദ്ധ ഖുർആന് കൊണ്ട് ആ പരിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ നസ്സുകളും തെളിവുകളും ആയാത്തുകളും നിരത്തിക്കൊണ്ട് ബാത്തിലിന്റെ ആളുകളെ ഗണ്ണിക്കണം, അവർക്ക് മറുപടി കൊടുക്കണം. അത് നിർബന്ധമാണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടെയുള്ള വിഷയം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കൈകടത്താൻ പോകൂല എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ആ ഖുർആനെ കുറിച്ച് സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞിരുന്നത് പോലെ അസാത്തിറുൽ അവ്വലീൻ, ഖുർആൻ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ഐതിഹ്യങ്ങളാണ്, കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ ഖുർആൻ മുഹമ്മദ് എന്ന് പറയുന്ന അവന്റെ സംസാരമാണ് എന്ന് പറഞ്ഞിരുന്നു. മുഹമ്മദിന് ബുദ്ധിക്ക് സ്ഥിരത നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ പലതും വിളിച്ചു പറയുന്നതാണ് എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നും തന്നെ ബാത്തിലിന്റെ ആളുകൾ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പല ജാതി അപവാദങ്ങളും ആരോപണങ്ങളും പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. ഈ പറയുന്ന നിലക്കുള്ള കാര്യങ്ങളൊന്നും പരിശുദ്ധ ഖുർആനെ കുറിച്ച് നമ്മൾ പറയൂല എന്നവ. വലാ നുജാദിലു ഫിൽ ഖുർആൻ ഒരു ഭാഗത്തിൽ കൂടെ. മറ്റൊരു ഭാഗത്തിൽ കൂടെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ജിദാലിന് പോകൂല, കൈകടത്താൻ പോകൂല എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ വിളിച്ചു പറയൂല. പലപ്പോഴും പത്രങ്ങളിൽ കൂടെ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഏതെങ്കിലും പുതുമയുള്ളൊരു കാര്യമോ അതിൽ കണ്ടുപിടുത്തങ്ങളൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ പലരും ഖുർആനികമായ ആയത്തുകൾ തെളിവ് പറഞ്ഞുകൊണ്ട് പറയും, കണ്ടോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വിവരം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആവേശം കൊള്ളും പലപ്പോഴും ചില ആളുകൾ. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പോകൂല. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ, അതിന്റെ തഫ്സീറുകൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വിവരങ്ങൾ അതെങ്ങനെ വിശദീകരിക്കണം എന്നുള്ളതിന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് കൃത്യമായ നിലപാടുണ്ട്. പരിശുദ്ധ ഖുർആനിനെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഏറ്റവും ആദ്യം ഖുർആൻ കൊണ്ട് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ വന്ന ഒരായത്തിന് അതിന്റെ വിശദീകരണങ്ങൾ മറ്റ് ഭാഗങ്ങളിൽ വന്ന ആയത്തുകൾ കൊണ്ട്, ഖുർആനികമായ ആയത്തുകൾ കൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. ഫൽ ഖുർആനു ലാ യുഫസ്സറു ഇല്ലാ ബിമാ ജാഅ ഫീ കിതാബില്ലാഹി, ഏറ്റവും ആദ്യം പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് വന്നു, ആ ആയത്തിന്റെ വിശദീകരണം എന്താണ്, അതിന്റെ അർത്ഥം എന്താ എന്നുള്ളത് മറ്റ് ഭാഗങ്ങളിൽ വന്ന ആയത്തുകളുണ്ടോ എന്ന് പരിശോധിക്കും. അതല്ലെങ്കിൽ ഔ മാ ജാഅ ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ ആ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായ ഹദീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ ഔമാ ഖാലഹു സ്വഹാബത്തു,
നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ആ ആയത്തിന്റെ അർത്ഥം വിശദീകരണം എന്താണ് എന്ന് സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ, അസർ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം ഈ ഖുർആനികമായ ആയത്തിറങ്ങുന്ന സമയത്ത് ആ പശ്ചാത്തലം, അതിന്റെ കാരണം, അതിന്റെ സാഹചര്യം കൃത്യമായിട്ട് കണ്ടുകേട്ട് അറിഞ്ഞ ആളുകൾ അവരാ. സ്വഹാബത്തിൽ നിന്ന് വന്നിട്ടില്ല, കാണുന്നില്ലെങ്കിൽ ഔമാ ഖാലഹു താബിഊൻ, താബിഈങ്ങൾ ഈ പറയുന്ന ആയത്തിനെ കുറിച്ച് അവർക്ക് സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും അസറുകളിൽ കൂടെ അത് വിവരിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഇതിന്റെയൊക്കെ പുറമെ പരിശുദ്ധ ഖുർആൻ ഏതൊരു ഭാഷ കൊണ്ടാണോ ഇറങ്ങിയിട്ടുള്ളത്, അഥവാ വ്യക്തമായ ഫസീഹായ ഏറ്റവും വിശദമായ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഖുർആനിക ആ അറബി ഭാഷയിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, വിശദീകരണം എന്താണ് എന്ന്. സൂറത്ത് അമ്മയിലുള്ള അബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു സഹാബത്തിൽ നിന്ന്, എന്താണ് അബ് എന്ന് പറഞ്ഞാൽ, മതാഅൻ വ അബ്ബ എന്ന് പറഞ്ഞ എന്താണ് അബ്ബിന്റെ അർത്ഥം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു അർളിൻ തുഖില്ലുനി വ അയ്യു സമാഇൻ തുളില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ വഹിക്കുക, ഏത് ആകാശമാണ് എനിക്ക് തണലിട്ട് തരിക. ഇദാ ഖുൽതു ഫീ കലാമില്ലാഹി ബിമാ ലാ ആലം ഔ കമാ ഖാൽ, പരിശുദ്ധ ഖുർആനിൽ എനിക്ക് അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിവരം കിട്ടാത്ത ഒരു കാര്യം, അഭിപ്രായം ഞാനതിൽ പറഞ്ഞാൽ എന്നെ ചുമക്കാൻ ഏത് ഭൂമിയാണ് ഇവിടെ ഉള്ളത്, എനിക്ക് നേരിട്ട് തരാൻ ഏത് ആകാശമാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളെ കുറിച്ചുള്ള വ്യക്തമായ അതിനെക്കുറിച്ചുള്ള അറിവ് വിവരണമില്ലാത്ത സമയത്ത് കിബാറുകളായ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുമായിരുന്നു. എന്താണ് അതിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വന്ന വിവരം, അറിവ് എന്താണ് എന്ന്. അവര് മഹാന്മാരായ സഹാബികൾ, കിബാറുകളായ സഹാബികൾ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അവർ പുലർത്തിയിരുന്ന അദബ്, മര്യാദ ഇതായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മര്യാദയും അദബും അത് തന്നെയാണ്. അതല്ലാതെ ആരെങ്കിലും അവരുടെ സാഹചര്യങ്ങൾക്കോ യുക്തികൾക്കോ താല്പര്യങ്ങൾക്കോ അനുസരിച്ച് പരിശുദ്ധ ഖുർആനിൽ തോന്നുന്നത് പോലെ വിശദീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ അർത്ഥം പറയാനോ അതിന്റെ ആശയങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കൈ കടത്താനോ പോവുകയില്ല. ആ ഭാഗമാണ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ അദബാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മര്യാദ, അദബാണ് ഈ പറഞ്ഞ ഭാഗത്തിൽ കൂടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. വനഷ്ഹദു അന്നഹു കലാമു റബ്ബിൽ ആലമീൻ, പരിശുദ്ധ ഖുർആൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വചനമാണ് അത് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ അത് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ്. അതിന്റെ ശബ്ദവും അതിന്റെ അക്ഷരങ്ങളും അതിന്റെ ആശയങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മിൻഹു ബദഅ, അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. ആ പറയുന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തു, പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേട്ട് മനസ്സിലാക്കി സത്യസന്ധമായി ഒരു കൂട്ടലും കുറക്കലും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമക്ക് വന്ന് പാരായണം ചെയ്തു കൊടുത്തു. ഇതാണ് പരിശുദ്ധ ഖുർആൻ. അന്നഹു കലാമു റബ്ബിൽ ആലമീൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംസാരമല്ല, ആശയം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞതുമല്ല, അള്ളാഹുവിന്റെ കലാമ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടു. ആ പറയുന്ന അദ്ദേഹത്തിന്റെ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പാരായണം ചെയ്ത് സ്വഹാബത്തിന് പാരായണം ചെയ്ത് തന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ. ഈ പറയുന്ന ഖുർആനിനെ കുറിച്ച് ഇതല്ലാത്ത മറ്റ് തെറ്റായ പല ചിന്തകളും പല അഭിപ്രായങ്ങളും പല നിലപാടുകളും ലലാലത്തിന്റെ പല ആളുകൾക്കും ഉണ്ടായതുകൊണ്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗം പറഞ്ഞത്. വനഷ്ഹദു അന്നഹു കലാമു റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ മഖ്ലൂഖ്, സൃഷ്ടിയല്ല. മുസ്ലിം ലോകത്ത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ആ വിഷയത്തിലൊക്കെ വമ്പിച്ച കുഴപ്പങ്ങൾ, ഫിത്നകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരുപാട് മർദ്ദനങ്ങൾ, പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും അല്ല എന്നുള്ളത്. നഷ്ഹദു അന്നൽ ഖുർആന കലാമുല്ലാഹ്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. തകല്ലമ അല്ലാഹു ബിഹി ഹഖീഖതൻ, അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംസാരിച്ചതന്നെ, അതല്ലാതെ ആശയം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണ്. പദങ്ങൾ, വാക്കും അക്ഷരങ്ങളും പ്രവാചകനിൽ നിന്ന് അതൊന്നുമല്ല. അള്ളാഹു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അക്ഷരങ്ങളും ശബ്ദവും ആശയവും മുഴുവനും. വസമിഅഹു ജിബ്രീലു അലൈഹിസ്സലാത്തു വസ്സലാം മിനല്ലാഹ്, അള്ളാഹുവിന്റെ ആ സംസാരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടു.
വബല്ലഗഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്തുകൊണ്ട് അത് എത്തിച്ചു കൊടുത്തു. വബല്ലഗഹു മുഹമ്മദുൻ അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ ഉമ്മത്തി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിലേക്ക് പാരായണം ചെയ്തുകൊണ്ട് അത് എത്തിച്ചു കൊടുത്തു. ഉമ്മത്തിൽ നിന്നുള്ള ആദ്യത്തെ തലമുറയായ ഉത്തമരായ തലമുറയായ അവിടുത്തെ അനുചരന്മാർക്ക്. വബല്ലഗതുഹു ഉമ്മത്തുഹു കുല്ലു ജീലിൻ ഇലൽ ജീലിൽ ലദീ ബഅദ, ഓരോ തലമുറകൾ അവരുടെ ശേഷമുള്ള തലമുറകൾക്ക് അത് കൃത്യമായി കൈകാര്യം ചെയ്ത് അവർ തലമുറകൾ അത് കൈമാറിക്കൊണ്ടേ പോന്നു. നഹ്നു നക്തുബുഹു, നമ്മൾ ആ പരിശുദ്ധ ഖുർആൻ എഴുതുന്നു. വനഖറഉഹു, നമ്മൾ അതിനെ പാരായണം ചെയ്യുന്നു. വനഹ്ഫളുഹു, നമ്മൾ അതിനെ മനഃപ്പാഠമാക്കുന്നു. വഹുവ ബിദാലിക കലാമുല്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വചനമാണ്, അതല്ലാതെ നമ്മുടെ ആരുടെയും സംസാരമല്ല. വലാ കലാമുൻ നബി വലാ കലാമു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കലാമല്ല, റസൂലിന്റെയും കലാമല്ല, അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മൾ പാരായണം ചെയ്യുന്നു, അത് പാരായണം ചെയ്യുന്നു, മനഃപ്പാഠമാക്കുന്നു എന്നുള്ളതാണ്. വനസല ബിഹി അർറൂഹുൽ അമീൻ, വിശ്വസ്തനായ മലക്ക് ഈ പരിശുദ്ധ ഖുർആനും കൊണ്ട് ഇറങ്ങി വന്നു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അർറൂഹുൽ അമീൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ അറിയിക്കുന്ന അദ്ദേഹത്തിന്റെ പേരാണ് അർറൂഹുൽ അമീൻ. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് റൂഹ് എന്ന് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പ്രവാചകന്മാരിലേക്കുള്ള വഹി എത്തിക്കുക എന്നുള്ളത്. പ്രവാചകന്മാരിലേക്ക് എത്തിക്കപ്പെടുന്ന ഈ വഹി മനുഷ്യ മനസ്സുകളുടെ ജീവന് അത്യന്താപേക്ഷിതമായതാണ്. ഭക്ഷണപാനീയങ്ങള് മനുഷ്യരുടെ അവരുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായതുപോലെ ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ വഹി മനുഷ്യരുടെ ഹൃദയങ്ങൾ ശരിയായ നിലക്ക് അത് ജീവനുള്ളതായി മുന്നോട്ട് പോകാൻ, നല്ല നിലക്ക് അത് ജീവനുള്ളതായി പോകാൻ അത്യാവശ്യമാണ്. ആ ജീവന്റെ ഉപാധിയായ വഹി കൊണ്ടുവരുന്ന മലക്കിന് ആ പേരിൽ അറിയപ്പെട്ടു അർ-റൂഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. അൽ അമീൻ എന്ന് പറഞ്ഞ അദ്ദേഹം വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. ഈ മഹത്തായ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. അതിന് വിശ്വസിക്കാൻ അദ്ദേഹം പറ്റുന്ന ആളായതുകൊണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് വിശ്വാസത്തിലെടുത്തത് കൊണ്ട് അൽ അമീൻ, സത്യസന്ധനാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പും അതിന്റെ ശേഷവും അൽ അമീൻ, സത്യസന്ധനായിരുന്നു. ഈ പറയുന്ന ദഅവത്തിനോട് മാത്രമായിരുന്നു മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിനെ കുറിച്ചോ കുടുംബ ജീവിതത്തിനെ കുറിച്ചോ അവർക്ക് രണ്ട് അഭിപ്രായമില്ലായിരുന്നു. ആ സമൂഹത്തിന് രണ്ട് അഭിപ്രായങ്ങൾ ഇല്ലായിരുന്നു. ആ കൊണ്ടുവന്ന ആദർശം മാത്രമായിരുന്നു അവർക്ക് പറ്റാതിരുന്നത്. അൽ അമീൻ, അർ-റൂഹുൽ അമീനാണ് ഈ വഹയും കൊണ്ട് ഇറങ്ങി വന്നത്. അങ്ങനെ ഫഅല്ലമഹു സയ്യിദുൽ മുർസലീൻ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം, പ്രവാചകന്മാരിൽ നിന്ന് ഏറ്റവും ഉത്തമരായ മനുഷ്യരിൽ നിന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉത്തമരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തു. റമളാൻ ഷരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന് ഈ ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇറങ്ങി വരലുണ്ടായിരുന്നു. അവസാനത്തെ സമയത്ത്, മരണത്തോടടുത്ത സമയത്ത് 2 പ്രാവശ്യം കാന യുദാരിസുഹുൽ ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇറങ്ങി വന്ന് ഈ പരിശുദ്ധ ഖുർആൻ അതിന്റെ വാക്കുകൾ, അതിന്റെ അർത്ഥം, ആശയങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കലുണ്ടായിരുന്നു. വഹുവ കലാമുല്ലാഹി തആല, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, മഖ്ലൂഖല്ല. അള്ളാഹുവിന്റെ സംസാരമാണ്, അത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സംസാരം എന്ന് പറയുന്ന വിശേഷണം ഉള്ളവനാണ്. അള്ളാഹു ആവശ്യമുള്ള സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിച്ച വിഷയത്തിൽ, ഉദ്ദേശിക്കുന്നത് പ്രകാരം, രൂപത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകളോട് സംസാരിക്കുന്നവനാണ്. വഹുവ കലാമുല്ലാഹി തആല ലാ യുസാവിഹി ശൈഉൻ മിൻ കലാമിൽ മഖ്ലൂഖീൻ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആളുകളുടെ സംസാരങ്ങളിൽപ്പെട്ട ഒന്നിനോടും ഇത് തുല്യവുമല്ല. അള്ളാഹുവിന്റെ കലാമിനോട് തുല്യമായി അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെ സംസാരവുമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പരിശുദ്ധമായ ഖുർആനിനോട് തുല്യമായ ഒരു സംസാരവുമില്ല ലോകത്ത്. അള്ളാഹുവിന്റെ പല ജാതി വെല്ലുവിളികളുണ്ട്. ഇത് മനുഷ്യരായ ആളുകളുടെ സംസാരമാണ് എന്ന് പറയുന്ന മുശ്രിക്കീങ്ങളോട്, ഇത് അള്ളാഹുവിന്റെ വചനമല്ല എന്ന് പറയുന്നവരോട് പല വെല്ലുവിളികളും, ഇതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരി, ഒരായത്ത് കൊണ്ടുവരി, ഇതുപോലത്തെ ഒരു ഖുർആനെ കൊണ്ടുവരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നു. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരുമായി ഇത്രത്തോളം മനഃപ്പാടമാക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർക്ക് ലഭിച്ച കൗശല കുതന്ത്രങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഖുർആനിൽ നിന്ന് ആളുകളെ മാറ്റാൻ, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സകല ശ്രമങ്ങളും നടത്തിയിട്ട് പോലും ജനിക്കുന്ന സമയത്തുള്ള മുസ്ലിമീങ്ങൾ അല്ലാതെ തന്നെ ദിനം പ്രതി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഖുർആനിന്റെ ആളുകളാവാൻ, ഇതിന്റെ വക്താക്കളാവാൻ, ഇതിൽ പറഞ്ഞ ആദർശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ദിനം പ്രതി കടന്നു വരുന്ന ആളുകൾ എത്രയാണ്. ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം ഇത്ര ശത്രുക്കളും ഇത്ര എതിർപ്പുകളും വിമർശനങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ട് ആ പറയുന്ന എതിർപ്പ് വിമർശനങ്ങളെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ വക്താക്കളാവാൻ, ഇതിൽ പറഞ്ഞ ആദർശങ്ങൾ കേൾക്കാൻ, പഠിക്കാൻ, അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മത്സരിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം, ഇങ്ങനത്തെ ഒരു വചനം ലോകത്ത് ഇല്ല തന്നെ. ആർക്കും അതുണ്ട് എന്ന് അവകാശപ്പെടാൻ ശത്രുക്കൾക്ക് പോലും സാധ്യമല്ല തന്നെ. ലാ യുസാവിഹി ശൈഉം മിൻ കലാമിൽ മഖ്ലൂഖീൻ ഹുദൻ വറഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ സന്മാർഗമാണ്, കാരുണ്യമാണ്. ഈ പരിശുദ്ധ ഖുർആനിലേക്ക് മുന്നിടുന്നതിനനുസരിച്ച് ദീനിയായ ദുന്യവിയായ അഭിവൃദ്ധി മനുഷ്യന്റെ മനസ്സിന്, അവന്റെ ശരീരത്തിന് എന്തെന്നില്ലാത്ത ആശ്വാസം, സമാധാനം, ശമനം ഇതുകൊണ്ട് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനനുസരിച്ചാണ് ആളുകൾക്കുള്ള പരാജയം. മൻ ആറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. എന്റെ ഈ സന്ദേശം, അള്ളാഹുവിന്റെ ഈ ദിക്റിൽ നിന്ന് ആര് പുറംതിരിഞ്ഞു, ഫഇന്ന ലഹു മഈശതൻ ലങ്ക, ഇടുങ്ങിക്കുടുങ്ങിയ ജീവിതമായിരിക്കും അവന് ഈ ലോകത്ത്, ഖബറില്, പരലോകത്ത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ഖിയാമത്ത് നാളിൽ അവനെ നാം അന്ധനായിട്ടാണ് മഹ്ശറയിൽ അവനെ യാത്രയാക്കുക. ഖാല റബ്ബി ലിമ ഹശർതനി അഅമ. എന്തുകൊണ്ട് അല്ലാഹുവേ നീ എന്നെ അന്ധനായിട്ട് മഹ്ശറയിൽ യാത്രയാക്കി? വഖദ് കുന്തു ബസീറ, കണ്ണും കാഴ്ചയുമുള്ള ആളായിരുന്നില്ല ഞാൻ ദുനിയാവിൽ. അല്ലാഹു പറയും കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ വകദാലികൽ യൗമ തുൻസ. എന്റെ ദൃഷ്ടാന്തങ്ങൾ, എന്റെ ദിക്ർ, എന്റെ വചനം, കലാം, സന്ദേശം ദുനിയാവിൽ വന്ന സമയത്ത് നീ അത് വിസ്മരിച്ചു, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല, അത് ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. വകദാലികൽ യൗമ തുൻസ. അതുകൊണ്ടാണ് ഇന്ന് അന്ധനായി നിന്നെ വിസ്മരിക്കപ്പെടുന്നത്, തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ. സ്വയം നിനക്ക് വഴി കണ്ടെത്താൻ കഴിയാതെ നരകത്തിൽ ചെന്ന് പതിക്കുന്ന ഗതികേട് വന്നത് അതുകൊണ്ടാണ്. ഈ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മക്കയിലും അതിന്റെ പരിസരത്തും ഉണ്ടായിരുന്ന മനുഷ്യ സമൂഹത്തിൽ അധകൃതരായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിനെ ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിലക്ക് പരിശുദ്ധരും പവിത്രതയുള്ളവരും സംസ്കാര സമ്പന്നതയുള്ളവരും ആദർശ സ്പിരിറ്റുള്ളവരും ധീരതയുള്ളവരും ഈമാനുള്ളവരും അറിവുള്ളവരും നന്മയുള്ളവരുമാക്കി തീർത്തത് ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാണ്. ഇങ്ങനത്തെ ഒരു വചനം, ഒരു സന്ദേശം ഇതിനോട് തുല്യമായി കടപിടിക്കുന്നത് തിരിച്ച് മറ്റൊരു ഭാഗത്ത് മറിച്ചു വെക്കാൻ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഇല്ല തന്നെ. ലാ യുസാവിഹി ശൈഉം മിൻ കലാമിൽ മഖ്ലൂഖീൻ. സൃഷ്ടികളിൽപ്പെട്ട ആരുടെയെങ്കിലും സംസാരങ്ങളിൽപ്പെട്ട ഒരു സംസാരം ഇതിനോട് തുല്യമല്ല തന്നെ. പരിശുദ്ധ ഖുർആനിനോട് ഇത് അള്ളാഹുവിന്റെ കലാമാണ്. വലാ നഖൂലു ബിഖൽഖിഹി. പരിശുദ്ധമായ ഈ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല. ളലാലത്തിന്റെ ആളുകൾ, മുഅ്തസിലികൾ, ജൂതന്മാരിൽ നിന്നും ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും കടമെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ചതും പീഡിപ്പിച്ചതും നമ്മൾ കഴിഞ്ഞു പോയ പല സദസ്സുകളിൽ കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും.
ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്ന ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, സൃഷ്ടിയല്ല എന്ന് പറയുന്ന ആ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസ്ത്രമില്ലാത്ത നഗ്നമായ അദ്ദേഹത്തിന്റെ പുറം അന്നത്തെ ഭരണാധികാരികളുടെ ചാട്ടവാറുകളുടെ മുന്നിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. ഒരുപാട് അടിയും പീഡനങ്ങളും മഹാനായ ആ ഇമാമി ഏറ്റുവാങ്ങി. അദ്ദേഹത്തിനെ പോലെ മറ്റു പല ഇമാമിങ്ങളും പണ്ഡിതന്മാരും ഈ പറയുന്ന ദുരിതങ്ങൾ, ഈ പറയുന്ന പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി, പീഡനങ്ങൾ, പല ആളുകൾക്കും ജയിൽ ശിക്ഷയായിട്ട്, മറ്റുള്ള ആളുകൾ ചാട്ടവാറ് അടിയായിട്ട്, മറ്റുള്ളവർക്ക് ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും നിർത്തിവെക്കലായിട്ട്, കൊലയായിട്ട്, ഒറ്റപ്പെടുത്തലായിട്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കലായിട്ട്, ഈ പറയുന്ന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്ന ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, അത് ഉയർന്നു കേൾക്കാൻ വേണ്ടി, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ലലാലത്തിന്റെ, മുഅ്തസിലത്തിന്റെ, ഇൽമുൽ കലാമിന്റെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആ വാദത്തിനെ ബാത്തിലാക്കാൻ വേണ്ടി അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ സമാധാനവും അവരുടെ ദുനിയാവിലുള്ള വിഭവങ്ങൾ അവർക്ക് ബലി നൽകേണ്ടി വന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയുന്ന ആദർശം അത് പറയുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ ഒരു ഭീഷണിയും ഒരു പ്രയാസവും ഒരു ദുരിതവും നമുക്ക് നേരിടേണ്ടി വരുന്നില്ല. വലാ നഖൂലു ബിഖൽഖിഹി, അബൂ ജാഫർ റഹ്മത്തുള്ളാഹി അലൈഹി പറയ ഖുർആൻ മഖ്ലൂഖാന്ന് ഒരിക്കലും നമ്മൾ പറയൂല. അത് പറയാനും പാടില്ല. അത് പറയുന്ന ആൾ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. വലാ നുഖാലിഫു ജമാഅത്തൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം സഹാബത്ത്, താബിഈങ്ങൾ, അവർ ദീനിന്റെ ഒരു കാര്യത്തിൽ ഏക ഒരു അഭിപ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ദീനുൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു മസ്അലയിലോ ഒരു വിഷയത്തിലോ സഹാബത്തും താബിഈങ്ങളുമാകുന്ന മുൻഗാമികളായ മുസ്ലിമീങ്ങൾ അവർ ഏക അഭിപ്രായം എടുത്തു കഴിഞ്ഞാൽ, ഇജ്മാ എന്ന് പറയും, അതെടുത്തു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായൊരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയേയില്ല. അതിന് വിരുദ്ധമായൊരു നിലപാട് ദീനിന്റെ ആ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കുകയില്ല. അത് പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിലാണെങ്കിലും അതല്ലാത്ത ദീനിന്റെ മറ്റ് ഏത് മസ്അലകൾ, ഏത് വിഷയങ്ങളാണെങ്കിലും മുൻഗാമികളായ മുസ്ലിമീങ്ങളുടെ ആ ജമാഅത്ത്, എല്ലാ മുസ്ലിമീങ്ങളും അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാ, സഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങളായ കഴിഞ്ഞു പോയ ഈ മുസ്ലിം ഉമ്മത്ത് ഏക അഭിപ്രായത്തിൽ ഒരു വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായൊരു നിലപാട് നമ്മൾ സ്വീകരിക്കുകയില്ല. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു നാട്ടിലൊരു മുസ്ലിമീങ്ങൾക്ക് ഒരു നേതാവുണ്ട്, നേതൃത്വമുണ്ട്, ഒരു അമീറോ ഒരു ഭരണാധികാരിയോ ഒരു ഇമാമോ ഉണ്ടെങ്കിൽ അവർക്ക് വിരുദ്ധമായി പിന്നെ നമ്മൾ മറ്റൊരു അഭിപ്രായത്തിലേക്ക് പോകാൻ പാടില്ല. ആ മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ നിൽക്കണം. ദീനിന്റെ ആദർശങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ആ ഭരണാധികാരികളുടെ നിയമത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണെങ്കിലും അവരുടെ കൂടെ നിൽക്കണം. അതിന് വിരുദ്ധമായൊരു അഭിപ്രായത്തിലേക്കോ ഒരു ഒറ്റപ്പെട്ട തീരുമാനങ്ങളിലേക്കോ ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാ പോവുകയില്ല. തുടർന്ന് കൊണ്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞതിന്റെ അതിന്റെ മറ്റൊരു വശം, ഏകദേശം ആദർശം, ആശയം അത് തന്നെയാണ്. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി ബിദംബിൻ മാ ലം യസ്തഹില്ലഹു വലാ നഖൂലു ലാ യദുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെയും നമ്മൾ കാഫിറാക്കുകയില്ല. കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന്റെ മറ്റൊരു വശം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി വിശദീകരണം വീണ്ടും നൽകുകയാണ്. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി, ഖിബിലയിലേക്ക്, കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നത്, മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന എന്ന് പറഞ്ഞ ഹദീസൊക്കെ കഴിഞ്ഞ സദസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന്റെ അതുപോലത്തെ അതിന്റെ ആ പറയുന്ന ആദർശത്തിന്റെ ഒരു വിശദീകരണം തന്നെ. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി, ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഒരാളെയും നമ്മൾ കാഫിറാക്കുകയില്ല. ബിദംബിൻ, അവന്റെ അടുത്ത് ഒരു പാപം, ഒരു തെറ്റ് വന്നു എന്ന് കരുതി. അഥവാ ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ദീനിന്റെ കാര്യത്തിൽ കാർക്കശ്യമായ കടുകട്ടിയുള്ള നിലപാടിലേക്ക് പോയി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ സഹാബത്തിന്റെ ഒക്കെ നിലപാടിന് വിരുദ്ധമായിട്ട് പോയ അവര് ഒരു തെറ്റ്, വൻ പാപം ഒരാൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫിറാകും എന്നാണ് അവരുടെ നിലപാട്.
അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമാണ്, അത് തെറ്റാണ്. അവർക്ക് അങ്ങനെ പറയാൻ കാരണം പരിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ വന്ന ചില അള്ളാഹുവിന്റെ തെറ്റ് ചെയ്ത ആളുകൾക്ക് താക്കീതായി കൊണ്ടുവന്ന ചില ആയത്തുകൾ, ആ ഭാഗത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവര് തെറ്റായ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടത്തിൽ അവർ ചെന്ന് ചാടാൻ കാരണം. സ്വഹാബത്ത് കൃത്യമായ നിലക്ക് ആ വിഷയങ്ങൾ മനസ്സിലാക്കിയിരുന്നു, അതവർ പറഞ്ഞു കൊടുക്കും ചെയ്തിരുന്നു. പക്ഷേ ഈ സ്വഹാബത്തിന്റെ അടുത്ത് നിന്ന് ഇൽമു സ്വീകരിക്കുന്നതിന് പകരം അവരുടെ വികലമായ ബുദ്ധിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ തോന്നി അതിന് അവർ പ്രാധാന്യം കൊടുത്ത് പോയപ്പോൾ വൻ പാപങ്ങൾ, ഷിർക്കും കുഫറിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ഷിർക്ക് കുഫർ, ആരെങ്കിലും ഒരാൾ ഷിർക്കിന്റെയോ കുഫറിന്റെയോ കാര്യങ്ങൾ ചെയ്ത് ഇസ്ലാം എന്ന് പുറത്തു പോകും, അത് രണ്ടഭിപ്രായമല്ല തന്നെ. ഷിർക്കും കുഫറുമല്ലാത്ത വ്യഭിചാരം, മദ്യം കഴിക്കല്, കൊല്ലല്, അതേപോലെ കളവ് നടത്തല് പോലത്തെ വൻ പാപം ഒരാൾ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫിറാകും എന്നാണ് ഈ ഖവാരിജുകൾ എന്ന് പറയുന്ന ആളുകൾ, ഈ വഴിപഴച്ച ദലാലത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നത്. അത് തെറ്റാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എത്ര വലിയ തെറ്റുകൾ, ഷിർക്കും കുഫറുമല്ലാത്ത എത്ര വലിയ തെറ്റ് ഒരാൾ ചെയ്താലും കാഫിറാകൂല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. പക്ഷെ അവൻ അതിന്റെ ശിക്ഷകൾ ഉണ്ടാകും. വ്യഭിചരിച്ചാണെങ്കിൽ അതിനുള്ള ഹദ് ഉണ്ടാകും. കളവ് നടത്തിയ ആളാണെങ്കിൽ മുസ്ലിം ഭരണാധികാരികളുടെ അതിനവന്റെ കൈ മുറിക്കുന്നത് പോലത്തെ ശിക്ഷകൾ, ഹദ്ദുകൾ നൽകേണ്ടി വരും. പക്ഷേ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു വട്ടത്തിൽ നിന്ന്, മുഅ്മിനി മുസ്ലിമി എന്ന് പറയുന്ന ആ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകൂല. അവൻ മുഅ്മിനാണ്, മുസ്ലിമാണ്. പക്ഷെ അവന്റെ ഈമാനിൽ, അവന്റെ ഇസ്ലാമിൽ കുറവുണ്ടാകും. അവനെ കുറിച്ച് ഫാസിഖ് എന്ന് പറയാൻ പറ്റും, പക്ഷെ കാഫിർ എന്ന് പറയാൻ പാടില്ല. ഖവാരിജുകൾ പറയുന്നത് പോലെ കാഫിർ എന്ന് പറയാൻ പാടില്ല എന്നുള്ള ആ ആദർശമാണ് ഈ പറയുന്നത്. വലാ നുകഫിറു അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരാളെയും നമ്മൾ കാഫിറാക്കുകയില്ല. ബിദംബിൻ, അവന്റെ അടുത്ത് വന്ന ഒരു തെറ്റ് കാരണം. മാലം യസ്തഹില്ലഹു, ആ തെറ്റ് ഹലാലാണ് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം. ആ തെറ്റായ ചെയ്ത പണി, ഒരാൾ വ്യഭിചരിച്ചു, എന്നിട്ട് അവന് പറഞ്ഞു വ്യഭിചാരം ഹലാലാണ് എന്ന് പറഞ്ഞു, കാഫിറ, ഇസ്ലാം എന്ന് പുറത്തു പോകും, യാതൊരു സംശയവുമില്ല. ഒരാൾ പറയാൻ വ്യഭിചരിച്ചു, പക്ഷെ വ്യഭിചാരം ഹറാമാണ്, തെറ്റാണ്, പക്ഷെ ആ സമയത്ത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ ആ തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റവൻ ചെയ്തു പോയി. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയാൻ പാടില്ല. ഈമാനിൽ കുറവുണ്ടായി, അതുകൊണ്ട് അവൻ ഈ തെറ്റ് ചെയ്തു. അതല്ലെങ്കിൽ ഫാസിഖാണ്, അതുകൊണ്ട് അവൻ ആ തെറ്റ് ചെയ്തു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഖവാരിജുകളായ ആളുകളുടെ ഈ വിശ്വാസത്തിനനുസരിച്ച് കാഫിറാണ്, പിന്നെ അവനോട് യുദ്ധം ചെയ്യണം, അവനെ കാഫിറാക്കാത്ത ആളുകൾ അവരും കുഫാറുകളാണ്. ഇങ്ങനത്തെ വലിയ അപകടങ്ങളിലേക്ക്, ഗൗരവതരമായ മറ്റുള്ള പല വിഷയങ്ങളിലേക്കും ഇത് എത്തിക്കും. ഇന്നും തന്നെ മുസ്ലിം ലോകത്ത് ഈ തീവ്രവാദ നിലപാടുകളിലേക്കൊക്കെ ആളുകൾ പോയതിന്റെ പിന്നിൽ ഇതുപോലത്തെ തെറ്റായ ആദർശങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടാണ് ചില ഇഖ്വാനുൽ മുസ്ലിമൂൻ പോലത്തവരൊക്കെ മുസ്ലിം നാടുകളിലുള്ള മുസ്ലിമീങ്ങളെയും മുസ്ലിം ഭരണാധികാരികളെയും മൊത്തത്തിൽ കുഫാറുകളാണ്, സയ്യിദ് ഖുത്ബ് പോലത്തെ മനുഷ്യനൊക്കെ ആ മനുഷ്യന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് മുസ്ലിം ലോകത്ത് ഇന്ന് യഥാർത്ഥ മുസ്ലിമീങ്ങളില്ല, അവർ മുഴുവനും ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ഇസ്ലാമികമായ ഒരു ഭരണകൂടോ ഒരു മുസ്ലിം ഉമ്മത്തോ ഇന്ന് ഇല്ല എന്ന് പോലത്തെ അപകടകരമായ കാര്യങ്ങൾ അവർ എഴുതുകയും അവരത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പിന്നിലൊക്കെ ഉള്ളത് ഇതുപോലത്തെ ഖവാരിജിയൻ ചിന്താഗതികളാണ്. മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് അവർക്ക് പറ്റുന്ന തെറ്റുകൾ, അവരുടെ രാജ്യങ്ങളിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ പേരിലൊക്കെ അവർ കുഫാറുകളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സഹായികളാണ് എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സയ്യിദ് അബുൽ ആല മൗദൂദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച പല കാര്യങ്ങളും ഇന്ന് ഈ നാട്ടിലുള്ള പല ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് ഇസ്ലാമിനെ അടിക്കാനും ഇസ്ലാമിനെ വിമർശിക്കാനും കാരണമായ പലതും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഖവാരിജിയൻ ചിന്താഗതികളും ഇസ്ലാമിന്റെ ശത്രുക്കളായ റാഫിദികളായ ആളുകളുടെ ആശയങ്ങളും സ്വീകരിച്ചതിന്റെ ഫലമായി അഹ്ലുസുന്നയുടെ നിലപാട് കൃത്യമാണ്. ഒരു ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ തെറ്റായ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്ന് കരുതി ആ മനുഷ്യനെ കാഫിർ എന്ന് പറയാൻ പറ്റൂല. അദ്ദേഹം അത് ഹലാലാണ് എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം,
ഈ തെറ്റായ കാര്യങ്ങൾ ഈ നാട്ടിൽ അത് അനുവദനീയമാണ്, അത് ഹലാലാണ് എന്ന് പറയാത്ത കാലത്തോ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരുമായുള്ള സൗഹാർദ്ദ സമീപനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാജ്യ പുരോഗതിക്ക് വേണ്ടിയോ അഭിവൃദ്ധിക്ക് വേണ്ടിയോ ഏതെങ്കിലും ന്യായീകരണത്തിന്റെ പേരിൽ ഒരു മുസ്ലിം ഭരണാധികാരി ആ നാട്ടിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി, ഒരു വ്യക്തി തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി അവനെക്കുറിച്ച് കാഫിർ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ് എന്ന് പറയാൻ പറ്റൂല. അവന്റെ ഈമാന്റെ കുറവാണ്, അവന്റെ അടുത്ത് തമ്മാടിത്തരുണ്ട്, അവന്റെ അടുത്ത് വീഴ്ചകളുണ്ട്. അത് പരിഹരിക്കേണ്ട നന്നാക്കേണ്ട മാർഗത്തിൽ കൂടെ നന്നാക്കിയെടുക്കാനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ശ്രമിക്കുക. അതല്ലാതെ മറ്റുള്ള തെറ്റായ പ്രവർത്തനങ്ങളിൽ കൂടി, കൊലയിൽ കൂടിയോ യുദ്ധങ്ങളിൽ കൂടിയോ അതല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൂടിയോ ബോംബ് സ്ഫോടനങ്ങളിൽ കൂടിയോ ആക്രമണങ്ങളിൽ കൂടിയോ അത് തിരുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയിൽപ്പെട്ടതല്ല. മാലം യസ്തഹില്ലഹു. അതേപോലെ വലാ നഖൂലു ലാ യളുറു മഅൽ ഈമാനി ദംബുൻ ലിമൻ അമിലഹു. ഒരു ഭാഗത്ത് ഖവാരിജികൾ ഏതെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളോ കാണുമ്പോഴേക്ക് ഒരു ഇസ്ലാമിന് പുറത്തുപോയി അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ കൂടെ കാണുന്നവർ. അതിന്റെ നേരെ വിരുദ്ധമായ മറ്റൊരു വിഭാഗം മുർജിഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. മുർജിഅത്ത് ഇവരുടെ വിശ്വാസം ആദർശങ്ങൾ, വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ, ഈമാൻ ഒരാൾക്കുണ്ടെങ്കിൽ ഏത് തെറ്റ് ചെയ്താലും വിഷയമല്ല. ഫർളായ നിർബന്ധമായ ഇബാദത്തുകൾ ചെയ്തില്ല എന്ന് കരുതിയിട്ട് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല, ഈമാൻ ഉണ്ടായാൽ മതി. ലാ യളുറു മഅൽ ഈമാനി ദംബുൻ. ആദർശം ഉണ്ടല്ലോ, ഈമാൻ ഉണ്ടല്ലോ, പിന്നെ നീ ഏത് തെറ്റ് ചെയ്താലും പ്രശ്നമല്ല എന്ന് പറയുന്ന മറ്റൊരു നിലപാടുകാര് ഈ മുർജിഅത്ത് എന്ന് പറയുന്ന പേരിൽ, അറബി പേരിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ അത് പ്രസിദ്ധമായിട്ടില്ലെങ്കിലും ആ നിലപാടുള്ള ആളുകൾ ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ, പാപകരമായ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു വൈമനസ്സും ഇല്ലാത്തവര്, നിർബന്ധമായ ഇബാദത്തുകളും ആരാധനകളും ചെയ്യാൻ യാതൊരു താല്പര്യം കാണിക്കാതെ അലസത കാണിച്ചു പോകുന്ന ആളുകൾ പറഞ്ഞാൽ പറയും, എന്റെ ഈമാന് നിങ്ങൾ അളക്കണ്ട, നമ്മുടെ മനസ്സിലുള്ള ഈമാന് അത് നിങ്ങൾ പരിശോധിക്കാൻ നിൽക്കണ്ട, എന്റെ ഈമാൻ അല്ലാഹു തആലക്ക് അറിയും. നമ്മുടെ മനസ്സിലുള്ള ഈമാനും തഖ്വയും അത് അല്ലാഹുക്ക് അറിയും. നമ്മൾ അല്ലാഹുവിന്റെ ശത്രുവല്ല, ദീനിന്റെ പുറത്തല്ല, നമ്മൾ ദീനിന്റെ വക്താവാണ്. തയ്യിബ്. അങ്ങനെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈമാൻ എന്താണോ, നിങ്ങളുടെ മനസ്സിലുള്ള ഈമാൻ എന്ന് നമുക്കതറിയില്ല, ശരി തന്നെയാണ്, നമ്മളത് അളക്കാനും നിൽക്കണില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥ ഈമാനും തഖ്വയും ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങളായ ഈ ഇബാദത്തുകൾ, ഇസ്ലാമിന്റെ ഷിആറുകൾ, ചിഹ്നങ്ങൾ അത് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മൾ കാണുമായിരുന്നു, അത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനത്തെ ആളുകളോട് പറഞ്ഞാൽ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അഅമാലിക്കും വലാ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു ഹൃദയത്തിലേക്ക് നോക്കുള്ളൂ. അല്ലാഹു തആല ആളുകളുടെ രൂപങ്ങളിലേക്ക് നോക്കൂല. താടി നീട്ടിക്കണോ, വസ്ത്രം ചുരുക്കിക്കണോ, അതേപോലെ നിങ്ങളെ പോലെ കൃത്യമായിട്ട് വേഷത്തിലും കാര്യത്തിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലേക്ക് നോക്കുള്ളൂ എന്നുള്ള ഹദീസ് പറയും. ആ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അല്ലാഹു ഹൃദയത്തിലേക്ക് നോക്കും, പ്രവർത്തനങ്ങളിലേക്ക് നോക്കും. നമ്മൾ ഹൃദയത്തിലേക്ക് നോക്കാൻ നമുക്ക് കഴിയൂല, പ്രവർത്തനങ്ങളിലേക്ക് നോക്കാൻ കഴിയും. ഒരാളെ പ്രവർത്തനം ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ അതിന്റെ നിയമങ്ങളും ആ ശറഇന്റെ അധ്യാപനങ്ങളും പാലിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ആ മനുഷ്യനെ കുറിച്ച് മുഅ്മിനാണ്, സാലിഹാണ് എന്ന് പറയാൻ കഴിയും. അവന്റെ ഹൃദയത്തിലുള്ള നമുക്കറിയില്ല. നേരെ മറിച്ച് ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായ നിലക്കുള്ള വേഷങ്ങളാണ്, സംസ്കാരമാണ്, പ്രവർത്തനങ്ങളാണ്, അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ, കൽപ്പനകൾക്ക് യാതൊരു വിലയില്ലാതെ പോകുന്ന ആളാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി പ്രവർത്തനം ചെയ്യുന്ന ആളാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ കാറ്റിൽ പറത്തുന്ന ആളാണ്. അവൻ മുഅ്മിനാണ്, സാലിഹാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ മുർജിഅത്തിന്റെ ആളുകൾ അങ്ങനെ, ഈമാന് മനസ്സിലാണ്, അതുണ്ടായാൽ മതി, പിന്നെ സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നില്ല, അതല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി അത് അവനെ ബാധിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ. അല്ലാഹു ഗഫൂറുർ റഹീമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ അല്ലാഹു തആലക്ക് അറിയും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ ഈ പറയുന്ന മുർജിഅത്ത് എന്ന് പറയുന്ന ഈ ആദർശക്കാരാണ്. അഥവാ ഈമാൻ ഒരാൾക്കുണ്ടെങ്കിൽ അതോടുകൂടെ പിന്നെ ഒരു പാപം അവിടെ ചെയ്തു എന്ന് കരുതി, തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി അതിന്റെ പ്രയാസമല്ല, അത് ഉപദ്രവമല്ല, അതവനെ ബാധിക്കൂല എന്ന് പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നു, ഒരു മനുഷ്യൻ ഈമാനുള്ളതിനോട് കൂടെ അവന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നാൽ അവന്റെ ഈമാനിൽ കുറവ് പറ്റും എന്നുള്ളതാണ്. അവന്റെ ഈമാനിൽ കുറവ് പറ്റും. കാരണം നമ്മൾ ഈമാൻ എന്ന് പറയുന്നത്
വാക്കും പ്രവൃത്തിയും വിശ്വാസവും കൂടി ഉൾക്കൊണ്ട അതിനാ ഈമാനി എന്ന് പറയും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും. പാപകരമായ കാര്യങ്ങൾ അവനിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഈമാന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലാതെ ഈമാനുണ്ട്, തെറ്റുകൾ പറ്റിയ ഉപദ്രവമൊന്നുമില്ല, പ്രയാസമല്ല എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ പെട്ടതല്ല. അതാണ് ഷെയ്ഖ് പറഞ്ഞത്. പിന്നെ പറയുന്നത് വനർജു ലിൽ മുഹ്സിനീന മിനൽ മുഅ്മിനീൻ അൻ യഅഫു അൻഹും വയുദ്ഖിലഹുമുൽ ജന്നത ബിറഹ്മതി വലാ നഅ്മനു അലൈഹിം വലാ നഷ്ഹദു ലഹും ബിൽ ജന്ന വനസ്തഗ്ഫിറു ലിമുസീഇഹിം വനഖാഫു അലൈഹിം വലാ നഖ്നതുഹും. ഈ പറയുന്നത്, അതായത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഭാഗം മുഅ്മിനീങ്ങളാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, ഈമാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെടുത്ത് വന്ന പാപങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്ത് അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസമുണ്ട്, തൗഹീദുണ്ട്, കൃത്യമായ ശിർക്കൊന്നുമില്ല, കുഫ്റൊന്നുമില്ല, വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ഒരാൾക്ക് കൃത്യതയുണ്ട്, അതോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. മനുഷ്യ സഹജമായിട്ട് അവരുടെ തെറ്റുകളും പാപങ്ങളും ഉണ്ടെങ്കിൽ പോലും അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എല്ലാ മുഅ്മിനീങ്ങളും സ്വർഗത്തിന്റെ അഹലുകാരാണ്, അവകാശികളാണ്. മുഅ്മിനീങ്ങളാണോ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ആളുകളാണോ, അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫളല് കൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അവർക്ക് മാപ്പ് നൽകും, എല്ലാ മുഅ്മിനീങ്ങളും. എന്നാൽ ഇന്ന ആള് സ്വർഗത്തിലാണ്, ഇന്ന ആള് സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയണം എന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചവരെ കുറിച്ചേ പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാൾ അബൂബക്കറുൻ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന വ ഉസ്മാനു ഫിൽ ജന്ന വ അലിയുൻ ഫിൽ ജന്ന വ തൽഹത്തു ഫിൽ ജന്ന. 10 സഹാബികളെ കുറിച്ച് ഒരൊറ്റ ഹദീസിൽ തന്നെ വഴിക്ക് വഴിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികൾ എന്ന പേരിൽ അറിയപ്പെടും. അവരെ കുറിച്ച് നമ്മൾ കൃത്യമായി പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, അലി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, സഅദ് ബിൻ അബി വഖാസ് സ്വർഗത്തിലാണ്, തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് സ്വർഗത്തിലാണ്, സുബൈർ ബിൻ അൽ അവ്വാം സ്വർഗത്തിലാണ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വർഗത്തിൽ, സഅദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, സഈദ് സ്വർഗത്തിൽ. ഈ പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയും. ഹസൻ, ഹുസൈൻ സ്വർഗത്തിലുള്ള യുവാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലാണ്, ആയിഷ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ. ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായി വിവരം കിട്ടിയവരാണെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ സ്വർഗത്തിലാണ് എന്ന് പറയും. നേരെ മറിച്ച് എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളാണോ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരാണോ, അവർ മുഴുവനും സ്വർഗത്തിലാണ് എന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എത്ര സ്വാലിഹായിട്ട്, തഖ്വയുള്ള ആളായിട്ട്, ഇബാദത്തുള്ള ആളായിട്ട്, ഇൽമുള്ള ആളായിട്ട് നമ്മുടെ മുന്നിൽ അറിയപ്പെട്ട ആളാണെങ്കിലും അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വർഗത്തിലാണ് അങ്ങനെ പറയാൻ പാടില്ല. അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വർഗത്തിലാണ് എന്ന് പറയാൻ പാടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തിനെയും നമ്മയും റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നു. പക്ഷേ നമ്മൾ പാലിക്കേണ്ട കൃത്യമായ അദബ്, മര്യാദ നമ്മൾ പാലിക്കണം. എല്ലാ മുഅ്മിനീങ്ങളും സാലിഹീങ്ങളും സ്വർഗത്തിലാണ് ഇങ്ങനെ നമുക്ക് പറയാം. അതല്ലാതെ ഈ പറയുന്ന വിഷയങ്ങൾ പ്രത്യേകിച്ച് ഈ ഫലസ്തീന് പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളെ ശത്രുക്കൾ വന്നിട്ട് അവരെ കൊന്നിട്ട് ഷഹീദ് എന്ന് പറയും. നമ്മുടെ നാട്ടില് ശത്രുക്കളായ ആളുകൾ കൊല്ലപ്പെട്ട ആൾ യാ ഷഹീദ് സലാം പോലത്തെ വാക്കുകൾ പറഞ്ഞു നടന്നിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. രക്തസാക്ഷികളാണ്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല, ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമാണ് ആ പറയുന്ന കാര്യങ്ങൾ. കൃത്യമായി ഇന്ന ആള് ഷഹീദാണ്, രക്തസാക്ഷിയാണ്, സ്വർഗത്തിൽ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളാണ് എന്നൊരു വ്യക്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കണം. അതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പറയുന്നത്. മുഅ്മിനീങ്ങളാണ്, മുഹ്സിനീങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകും, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ ഇൽമ കൊണ്ടും തഖ്വ കൊണ്ടും ഇബാദത്ത് കൊണ്ടും അറിയപ്പെട്ട മഹാനായ ഒരു പണ്ഡിതനാണ്. നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ കൃത്യമായി അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല, അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. അതാ പറഞ്ഞു
വയുദ്ഖിലുഹുൽ ജന്ന, അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ, യാതൊരു സംശയവുമില്ല. വലാ നഅ്മനു അലൈഹിം, മനുഷ്യരാണ്, അവരുടെ ഉള്ളിലുള്ളത് എന്തായിരുന്നു? ഓരോ ആളുകൾ അവർ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ പര്യവസാനം, അത് നമുക്കാർക്കും അറിയൂല. അത് അറിയാത്തത് കൊണ്ട് തന്നെ അവർ സുരക്ഷിതരാണ് എന്ന് പൂർണ്ണമായ നിലക്ക് നമ്മളോട് പറയൂല. അത് നമ്മൾ പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും പാടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു, വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെ മുഅ്മിനീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്, വലിയ മഹാനായ പണ്ഡിതനാണ്, ഇമാമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിന്റെ ആളാണ്, അള്ളാഹു അത് നൽകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷെ കൃത്യമായിട്ട് സ്വർഗത്തിലാണ് എന്ന് ഖണ്ഡിതമായി നമുക്ക് പറയാൻ പാടില്ല എന്നർത്ഥം. വലാ നഷ്ഹദു ലഹും ബിൽ ജന്ന, അവർ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പാടില്ല. ഇന്നയാള് സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിവരം കിട്ടാത്ത കാലത്തോളം എത്ര ഉന്നതനായ ഒരു വ്യക്തിയാണെങ്കിലും, എത്ര സ്വാലിഹായി അറിവുള്ള ആളായി തഖ്വയുള്ള ആളായി നമ്മുടെ മുന്നിൽ അനുഭവപ്പെട്ട ഒരാളാണെങ്കിൽ പോലും ഇന്ന ആള് സ്വർഗത്തിലാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പാടില്ല. വനസ്തഗ്ഫിറു ലിമുസീഇഹിം, മുസ്ലിമീങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെട്ട പാപ്പികളായ ആളുകൾക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ തേടും. എത്ര വലിയ തെറ്റുകാരനാണ്, പാപ്പിയാണ്, ഷിർക്കിന്റെയും കുഫറിന്റെയും കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല, മുസ്ലിമാണ്, ഇസ്ലാമിൽ നിന്ന് ആ വ്യക്തി പുറത്തു പോയിട്ടില്ല, തെറ്റുകാരനായിരുന്നു, ധാരാളം തെറ്റ് ചെയ്ത ആളായിരുന്നു, പക്ഷേ ഷിർക്കിന്റെയോ കുഫറിന്റെയോ കാര്യങ്ങൾ അവൻ ചെയ്തതായിട്ട് നമുക്കറിയൂല. അങ്ങനത്തെ ഒരു പാപ്പിയാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പൊറുക്കലിനെ തേടും. മരണപ്പെട്ടാൽ നമ്മൾ അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കും, അവർക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തും. വനഖാഫു അലൈഹിം, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകുന്നുള്ള വലിയ പേടിയിലാണ് നമ്മൾ. വലാ നഖ്നതുഹും, എന്നാൽ അള്ളാഹു നിർബന്ധമായിട്ടും നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കന്നെ ചെയ്യും, ഇങ്ങനെ നമുക്ക് പറയാനും പറ്റില്ല. എത്ര വലിയ പാപ്പിയാണെങ്കിലും, ശിർക്കും കുഫറുമല്ലാത്ത എത്ര വലിയ തെറ്റ് ചെയ്ത് നമ്മുടെ ഇടയിൽ, സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരാളാണെങ്കിൽ പോലും ആ മനുഷ്യൻ നിങ്ങൾ നരകത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒന്നിരിക്കൽ മരണത്തിന്റെ മുമ്പ് അദ്ദേഹം തൗബ ചെയ്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകാം. ഇനി അദ്ദേഹം തൗബ ചെയ്യാതെ പാപ്പിയായി തെറ്റുകാരനായി മരിച്ചു പോയാൽ പോലും ആ മയ്യത്തിനെ കാണുന്ന സമയത്ത് അവൻ നരകത്തിലാണ്, ഒറ്റപ്പെട്ടി തെറ്റ് ചെയ്ത ആളാണ്, അവന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല, നിരാശപ്പെടുത്തി പറയാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ആ മനുഷ്യന് പൂർണ്ണമായി മാപ്പ് നൽകി അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് പേടിയുണ്ട് അവന്റെ കാര്യത്തിൽ. ആ മനുഷ്യന്റെ കാര്യത്തിൽ അവൻ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകും, നരകത്തിൽ ചെന്ന് പതിക്കും. അതിന് മാത്രം തെറ്റുകൾ ചെയ്ത ആളാണ്, പേടിയുണ്ട് നമുക്ക്. പക്ഷേ നിരാശപ്പെടുത്തിക്കൊണ്ട് ഉറപ്പായിട്ടും ആ മനുഷ്യൻ നരകത്തിലാണ് എന്ന് നമുക്ക് പറയാനും പറ്റൂല. അള്ളാഹുവിന്റെ അടുത്താണ് അവന്റെ കാര്യങ്ങൾ. ഇൻഷാ അഫാ അൻഹു വ ഇൻഷാ അഅദബ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന പക്ഷം മാപ്പ് നൽകും, പുറത്തു നൽകും. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ആ മനുഷ്യനെ ശിക്ഷിക്കും, അവൻ ചെയ്ത തെറ്റിനനുസരിച്ച് ശിക്ഷ നൽകുകയും ചെയ്യും. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയുള്ള വിശ്വാസം, ആദർശങ്ങൾ ഇതാണ്. നന്മ ചെയ്ത് എത്ര നന്മ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിലും അവന് സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെ ആളാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പാടില്ല. തെറ്റുകളും പാപങ്ങളും ശിർക്കും കുഫറും അല്ലാത്ത എത്ര വലിയ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ആ മനുഷ്യൻ അല്ലാഹു തആല ശിക്ഷിക്കും എന്നുള്ള പേടി നമുക്കുണ്ട്. പക്ഷേ നമ്മൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, മാപ്പിന് വേണ്ടി തേടും, അവനെ നിരാശപ്പെടുത്തൂല. നരകത്തിൽ തന്നെയാണ് ആ വ്യക്തി, അവൻ ഉറപ്പാ നരകത്തിൽ ചെന്ന് ചാടും എന്ന് നമുക്ക് പറയാനും പറ്റൂല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഈ വിഷയത്തിൽ ഇതാണ്. ഈ ഖവാരിജുകൾ, മുഅ്തസിലത്ത് പോലത്തെ ആളുകൾ ഈ വിഷയത്തിലൊക്കെ ഇതിന് എതിരാണ്, വിരുദ്ധമാണ്. അവർ പറയും തെറ്റ് ചെയ്ത ആളാണെങ്കിൽ കാഫിറാണ്, അവൻ കാലാകാലം നരകത്തിലാണ് എന്ന്. കാലാകാലം നരകത്തിലാണ്. മുഅ്തസിലികൾ പറയുന്നു തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അവനെ കുറിച്ച് കാഫിർ എന്ന്, മുഅ്മിനി എന്ന് നമ്മൾ ഈ ലോകത്ത് പറയില്ല. അവൻ കാഫിറാന്നും പറയില്ല, മുഅ്മിനാന്നും പറയില്ല. മുഅ്തസിലികൾ എന്ന് പറയുന്നവരുടെ വാദം അതാണ്. പക്ഷെ മരണത്തിന്റെ ശേഷം അവൻ കാലാകാലം നരകത്തിലാണ് എന്ന്, കാലാകാലം നരകത്തിലാണ്. ഇത് അഹ്ലുസുന്നക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങളാണ്, വാദങ്ങളാണ്. പിന്നെ ഇവിടെ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വൽ അംനു വൽ ഇയാസു യൻഖുലാനി അൻ മില്ലത്തിൽ ഇസ്ലാം, അൽ അംനു മിൻ മക്രില്ലാ, അതേപോലെ തന്നെ വൽ ഇയാസു വർ റൗഹു മിൻ റഹ്മത്തില്ലാ. ഒരാള് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വൽ അംനു വൽ ഇയാസു യൻഖുലാനി അൻ മില്ലത്തിൽ ഇസ്ലാം വസബീലുൽ ഹഖ് ബൈനഹുമാ ലിഅഹ്ലിൽ ഖിബ്ല വൽ അംനു വൽ ഇയാസ് അൽ അംനു മിൻ മക്രില്ലാ. അല്ലാഹുവിന്റെ ശിക്ഷ ഒരിക്കലും പിടികൂടൂല.
എത്ര തെറ്റ് ചെയ്താലും എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചാലും അതിൽ പേടിക്കാനൊന്നുമില്ല, അള്ളാഹ് എന്നെ പിടികൂടൂല എന്ന് പറയുന്ന മാനസികാവസ്ഥ, അഥവാ പൂർണ്ണമായ സുരക്ഷിതനാണ് എന്നുള്ള മാനസികാവസ്ഥ. അള്ളാഹിന്റെ ശിക്ഷ ഒന്നും പിടികൂടാൻ പോണില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കാൻ പോകുന്നില്ല, എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു തആലക്ക് വെറുപ്പുള്ളതൊന്നല്ല, എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള പൂർണ്ണമായ സുരക്ഷിതനാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ ഒരാൾ പോകുക. അതേപോലെ തന്നെ വൽ ഇയാസ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുക. അവന്റെ അടുത്ത് വന്ന തെറ്റുകാരനോ അതല്ലെങ്കിൽ പിടിപെട്ട വിപത്തുകാരനോ നിരാശ, ഇനി എനിക്ക് രക്ഷല്ല, ഞാൻ ഇനി കഴിച്ചിലാകാൻ പോണില്ല, എനിക്കിനി ഒരു വിജയമല്ല, ഞാനൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്ന നിരാശ. നിരാശയുടെ അങ്ങേയറ്റത്തെ ആളുകൾ ആത്മഹത്യ പോലത്തിലേക്ക് പോകുന്നത് പോലത്തെ നിരാശ. ഈ പറയുന്നത് രണ്ടും യൻഖുലാനി അൻ മില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാമിക മാർഗത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കുന്ന പണികളാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ കുടുക്കി വലിക്കലിൽ നിന്ന് ഒരിക്കലും സുരക്ഷിതനാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കാൻ പാടില്ല. അവന്റെ അടുത്ത് പറ്റിപ്പോയ വീഴ്ചകള്, തെറ്റുകള്, അതിന്റെ പേരിൽ സദാസമയവും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഏത് നിമിഷം അള്ളാഹുവിന്റെ ഉഖൂബത്ത് പിടികൂടാം, അള്ളാഹുവിന്റെ ശിക്ഷ വരാം, ഏതെങ്കിലും നിലക്ക് അള്ളാഹു എന്നെ പിടികൂടും എന്നുള്ള ഉത്കണ്ഠയോടുകൂടെ, ഖൗഫ് റജാ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന്റെ മറ്റു പദങ്ങൾ തന്നെയാണ് അംന് ഇയാസി എന്ന് പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഈ രണ്ട് മാനസികാവസ്ഥയുടെ ഇടയിലാണ്, സന്തുലിതമായിക്കൊണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു ചിലത് കൂടണം കുറയണം എന്നുള്ളതൊക്കെ. പക്ഷേ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തവരൊക്കെ പറയുന്നത് ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ, ഒരു ഭാഗത്തിൽ കൂടെ അവന് അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും വേണം, മറുഭാഗത്തിൽ കൂടെ അവന് അള്ളാഹുവിന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലുള്ള പ്രതീക്ഷയുമാണ്. ഈ രണ്ട് മാനസിക അവസ്ഥയുടെ ഇടയിൽ സന്തുലിതമായ അതിന്റെ ഇടയിലായിരിക്കണം ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ഏത് നിമിഷം എൻ്റെ അടുത്തുള്ള വീഴ്ചകൾ, പോരായ്മകൾ, എൻ്റെ അടുത്തുള്ള തെറ്റുകുറ്റങ്ങൾ കാരണം അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുവോ, അള്ളാഹു എന്നെ ശിക്ഷിക്കുവോ, വിപത്തുകൾ വരുവോ, അള്ളാഹു എന്നെ പിടികൂടോ എന്നുള്ള പേടി ഒരു ഭാഗത്തിൽ കൂടെ, മറുഭാഗത്തിൽ കൂടെ ആ പേടി കൂടി 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 പോയി ഈ പറയുന്ന ഖവാരിജിയൻ ചിന്താഗതികളിലേക്ക് പോയി അപകടത്തിലേക്ക് പോകാതെക്കാൻ ഈ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമാണ്, അള്ളാഹു മാപ്പ് നൽകും, അവൻ രക്ഷിക്കും, സഹായിക്കും, വിട്ടുവീഴ്ച ചെയ്യും, എനിക്ക് അവൻ തൗഫീഖ് നൽകും എന്നുള്ള പ്രതീക്ഷയുടെ ഈ മാനസിക അവസ്ഥയും, ഇത് രണ്ടും ഒരുപോലെ സന്തുലിതമായി നിലനിർത്തി മുന്നോട്ട് പോകുമ്പോഴേ ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമും മുഅ്മിനുമായി ലോകത്ത് മുന്നേറാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് പ്രതീക്ഷ മാത്രമായി ഒരാൾ മുന്നോട്ട് പോവുകയാണ്, തെറ്റുകളും കുറ്റങ്ങളും ധാരാളം ചെയ്യുന്നതിനോടുകൂടെ അള്ളാഹു ഗഫൂറുർ റഹീമ എന്ന് പറയുന്നത് വ്യാമോഹമാണ്. വ്യാമോഹം, നന്മകളൊന്നും ചെയ്യാതെ പ്രതിഫലം ലഭിക്കും, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കും, അള്ളാഹു തൃപ്തിപ്പെടും എന്ന് പറയുന്നത് വ്യാമോഹമാണ്. ഒരു ജോലിക്കാരൻ, അവന്റെ മുതലാളി അവനോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ അവനങ്ങനെ കഴിച്ചുകൂട്ടി വൈകുന്നേരമാകുമ്പോൾ, മാസം അവസാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈ മുതലാളി എനിക്ക് വേണ്ട ശമ്പളം തരും എന്ന് പറയുന്ന ചിന്തിക്കുന്നത് അത് വ്യാമോഹമാണ്. അവൻ ഇവന്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ വീഴ്ച വരുത്തിയതിന് ശമ്പളം ഉണ്ടാവില്ല, അത് മാത്രമല്ല പിറ്റേന്ന് ജോലി ഉണ്ടാകൂല. എല്ലാവരും കൃഷി ചെയ്യുന്ന സമയത്ത് ഇവന്റെ കൃഷിസ്ഥലത്ത് അവൻ വിത്തിറക്കിയില്ല, വെള്ളം കൊടുത്തില്ല, അതിന് വളമ നൽകിയില്ല, അതിനെ പരിചരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പുറത്തുള്ള ആളുകൾ കൃത്യമായി ദിനം പ്രതി പോയിട്ട് അവരുടെ കൃഷികൾ അവർ പരിശോധിക്കുന്നു, അതിന് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുന്നു, അത് സംരക്ഷിക്കുന്നു, അതിന് വേണ്ടുന്ന വെള്ളം നൽകുന്നു, വളം നൽകുന്നു, അതിൽ വരുന്ന ബാക്ടീരിയകളെയും അത് നശിപ്പിക്കാൻ വരുന്ന മറ്റുള്ള കീടങ്ങളെയും മറ്റുള്ള ജീവികളെയും അത് തടയുന്നു. സംരക്ഷിച്ചാൽ അവർക്ക് അതിന്റെ വർഷം കഴിയുന്ന സമയത്ത്, കാലാവധിയുടെ സമയത്ത് നല്ല വിളവ് അതിൽ നിന്ന് ലഭിക്കും അപ്പുറത്തുള്ള ആളുകൾക്ക്. ഇവനിതൊന്നും ചെയ്യാതെ എനിക്കതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കും, നല്ല കൃഷി ലഭിക്കും, എനിക്കതിൽ നിന്ന് നല്ല ലാഭം ലഭിക്കും എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? വ്യാമോഹം മാത്രം, അമാനി. അവന് വെറുതെ വ്യാമോഹിച്ചു പോയി, ഒന്നും ലഭിക്കാൻ പോകുന്നില്ല, ദുന്യാവിന്റെ കാര്യം ഇങ്ങനെ എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൃത്യമായ വിശ്വാസവും ആദർശവും അള്ളാഹു കൽപ്പിച്ച സൽക്കർമ്മങ്ങളും കാര്യങ്ങളും കൃത്യമായി ഈ ലോകത്ത് പാലിക്കുന്നു. അതോടുകൂടെ അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, അവൻ പ്രതിഫലം നൽകും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, ബഹുമാനിക്കും, ആദരിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലങ്ങൾ നൽകും, അവനത് ലഭിക്കും ചെയ്യും. അത് റജാ ആണ്.
അതേപോലെ തെറ്റായ കാര്യങ്ങളും പാപങ്ങളും ഈ വ്യക്തി മനുഷ്യനായ നമ്മിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ള പേടിയും ഉത്കണ്ഠയോടുകൂടെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയുമായി കൊണ്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് പോകാൻ ഈ ഭയം മറ്റു ഭാഗത്തിൽ കൂടെ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ വിശേഷിപ്പിച്ച സമയത്ത് ഇന്നഹും കാനൂ യദ്ഊനന റഗബൻ വറഹബൻ, മഹാന്മാരായ പ്രവാചകന്മാർ നമ്മെ ആരാധിക്കുന്ന സമയത്ത് റഗബൻ വറഹബൻ, ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ റഹ്മത്തിലും മഗ്ഫിറത്തിലും അവന്റെ പ്രതിഫലങ്ങളിലും മോഹിക്കുന്നവരായിട്ട്, മറ്റൊരു ഭാഗത്തിൽ കൂടെ വീഴ്ചകളുണ്ടോ, തെറ്റുകളുണ്ടോ, നമ്മളടുത്ത് കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ, നമ്മളടുത്ത് അറിയാതെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള പേടിയോടുകൂടെ ഇങ്ങനെയായിരുന്നു അവര് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നത്. മഹാന്മാരായ പല പ്രവാചകന്മാരെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു, വയദ്ഊനനാ റഗബൻ വറഹബൻ റഗബൻ വറഹബൻ. ഇങ്ങനെയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ 2-3 വിഭാഗം ആളുകളുണ്ട്. സൂഫികളായ ഖുറാഫികളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കൊണ്ടോ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ മോഹിച്ചുകൊണ്ടോ ഉള്ള ഇബാദത്തല്ല. അവര് പറയും ഞങ്ങൾ അള്ളാഹുവിനുള്ള മഹബത്ത് ഇഷ്ക് കൊണ്ടാണ്, അള്ളാഹുവിനുള്ള ഇഷ്ക് കൊണ്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. റാബിയത്തുൽ അദവിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, സൂഫികളുടെ മുൻഗാമികളായ ആളുകൾ പലപ്പോഴും പറയുന്ന സ്ത്രീ, അവരൊക്കെ പറയും അള്ളാഹുവെ നിന്റെ സ്വർഗത്തിൽ മോഹിച്ചത് കൊണ്ടോ നിന്റെ നരകത്തെ പേടിച്ചത് കൊണ്ടോ അല്ല ഞാൻ ഈ ഇബാദത്ത് നിർവഹിക്കുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല, നിന്നോടുള്ള മഹബത്ത് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ക് കൊണ്ട്, അള്ളാഹുവിനുള്ള സ്നേഹ ആധിക്യം കൊണ്ടാണ് ഈ ഇബാദത്ത് നിർവഹിക്കുന്നത്. അത് സൂഫികളുടെ അവരുടെ വിശ്വാസ നിലപാടിൽപ്പെട്ടതാണ്. ഖവാരിജുകളായ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്ത് പിശാച് അവരെ പിന്നെ വഴികേടിലേക്ക് കൊണ്ടുപോയി മഹാന്മാരായ സ്വഹാബികൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളോട് യുദ്ധം ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോയി തള്ളി. മുർജിഅത്തിന്റെ ആളുകൾ അള്ളാഹു ഗഫൂറുർ റഹീമാണ്, ദോഷം പുറത്തു തരുമെന്നുള്ള ആ ഒരവസ്ഥയിൽ തെറ്റുകളും പാപങ്ങളും ധാരാളം ചെയ്ത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, കൽപ്പനകൾ അത് വിസ്മരിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ ഈമാൻ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അതിന്റെ ഇടയിലാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹ ആധിക്യം മഹബത്തുണ്ട്, അതോടുകൂടെ അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയെയും പേടിയുണ്ട്, അതോടുകൂടെ അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ മഗ്ഫിറത്തും അവന്റെ ജന്നത്തിലുള്ള പ്രതീക്ഷയുമുണ്ട്. ഈ പറയുന്ന 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തോടുകൂടെ പോകുന്ന ആളുകളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അതല്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ കുടുക്കിവലിക്കലിൽ നിന്നും സുരക്ഷിതനായിക്കൊണ്ട് ഒരു പേടിയില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ പൂർണ്ണമായി നിരാശപ്പെട്ടവരായിട്ട് ഇനി രക്ഷല്ല, ഞാനൊന്നും ഇനി കഴിച്ചിലാകാൻ പോകുന്നില്ല, ഒരുപാട് തെറ്റുപറ്റിയ ആളാണ്, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഒരുപാട് വിപത്തുകളാണ്, ഇനി എനിക്ക് സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകുന്ന ആളുകൾ, അങ്ങനെ പിന്നെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബി ഇല്ലല്ലാഹുൻ, വഴിപഴച്ച ആളുകളല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആരാണ് നിരാശപ്പെടുക? കുട്ടിയാളുകളില്ല, സന്താനങ്ങളില്ല, വർഷങ്ങളായിട്ട് പോലും പ്രായത്തിന്റെ ആധിക്യമായി ആ സമയത്ത് പോലും കുഞ്ഞ് ലഭിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇബ്രാഹിം, ഈ പ്രായത്തിൽ എനിക്ക് കുഞ്ഞ് ലഭിക്കേ, ഞാൻ എത്ര വയസ്സായി, ഭാര്യയാണെങ്കിൽ പ്രസവിക്കാത്ത ഒരു സ്ത്രീയാണ്. അപ്പൊ മലക്കുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ നിരാശയിലാണോ? ലാ, ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശയില്ല. വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബി ഇല്ലല്ലാഹുൻ, വഴിപഴച്ച ആളുകളല്ലാതെ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ലലാലത്തിന്റെ ആളുകളല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടുക? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം നഷ്ടപ്പെട്ടു, പിന്നീട് വർഷങ്ങളുടെ ശേഷം അതിന്റെ സഹോദരനായ ബിന്യാമീനെ നഷ്ടപ്പെട്ടു. എന്നിട്ടും യാക്കൂബ് നബി മറ്റുള്ള മക്കളോട് പറഞ്ഞു, യാ ബനി യദ്ഹബു, മക്കളെ പോയി, ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീ, യൂസുഫിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കി, വർഷങ്ങൾക്ക് മുമ്പ് പോയെ അവന്റെ സഹോദരനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കി. ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീഹി വലാ തയഅസു മിൻ റൂഹില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മകനാ, ഇനി എവിടുന്ന് കിട്ടാനാ? ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്, പോയി അന്വേഷിച്ചു നോക്കി. വലാ തയഅസു മിൻ റൂഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൂഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളല്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല. എന്ത് വിപത്ത് വന്നാലും, എത്ര അപകടത്തിൽപ്പെട്ടാലും, എത്ര പാപങ്ങളും തെറ്റുകളും മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ അടുത്ത് വന്നാൽ പോലും നിരാശപ്പെടരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. അള്ളാഹു ഗഫൂറുർ റഹീമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ, ഫറജിന്റെ, രക്ഷയുടെ, സുരക്ഷയുടെ
കവാടങ്ങൾ തുറന്നു തരും. ഈ പ്രതീക്ഷയിലായിരിക്കണം മുഅ്മിനായ മനുഷ്യൻ. അവിടെ നിരാശപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ആദർശം അള്ളാഹുവിന് കഴിയൂല, അള്ളാഹു ചെയ്യൂല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണകളിലേക്ക് പോയി ഈ മനുഷ്യന്റെ ഈമാൻ, അവന്റെ ആദർശം അപകടത്തിൽപ്പെടും. അതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈമാനിൽ നിന്ന്, മില്ലത്തുൽ ഇസ്ലാമിൽ നിന്ന് അത് പുറത്താക്കും എന്ന് പറഞ്ഞത്. എന്നതുപോലെ എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിലും, എത്ര സ്വാലിഹാണ് എന്ന് അവനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിലും, എത്ര ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും, എത്ര സ്വഫുവിൽ നിന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിലും, എത്ര ഇൽമുള്ള ആളാണെങ്കിലും, ഏത് നിമിഷം അവന്റെ മനസ്സ് പതറാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുത്തുള്ള തെറ്റ് കാരണം അവൻ അറിയാത്ത ഭാഗത്തിൽ കൂടെ വഴികേടിലേക്ക് പോയി പരാജയപ്പെടാനും സാധ്യതയുണ്ട്. എത്ര ഇൽമുള്ള ആളാണെങ്കിൽ, എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിൽ, എത്ര ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ, എത്ര നന്മയുടെ മുന്നിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഞാൻ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ, ഞാനിപ്പോ തിരക്കടില്ല, ഞാൻ നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടപ്പെട്ട ഒരാളാണ്, എന്റെ അടുത്ത് നല്ല കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഉഖൂബത്തിൽ നിന്ന്, അദാബിൽ നിന്ന് സുരക്ഷിതനാണ് എന്നുള്ള മാനസികാവസ്ഥ ഒരിക്കലും വെച്ച് പുലർത്തരുത്. എന്റെ അടുത്ത് വീഴ്ചകൾ ഉണ്ടാകും, എന്റെ അടുത്ത് അകാര്യത്തിൽ കുറവുകൾ ഉണ്ടാകും, എന്റെ അടുത്ത് ഈ വിഷയത്തിൽ പോരായ്മകൾ ഉണ്ടാകും, എന്റെ മാനസികാവസ്ഥ ആ സമയത്ത് ശരിയല്ലായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒരു പക്ഷേ അവിടെ തെറ്റുകൾ ഉണ്ടാകും. നമ്മുടെ കണ്ണിൽ ചെറുതാണ് എന്ന് തോന്നുന്നതാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അടുത്തത് വലിയ പാപങ്ങളും തെറ്റുകളും കുറവുകളുമായിരിക്കാം. എത്ര ഇൽമുള്ള ആളുകൾ ജീവിതത്തിന്റെ അവസാനത്തിൽ വഴിപഴച്ചു പോയിട്ടുണ്ട്. എത്ര ദാനധർമ്മം നന്മ ചെയ്ത ആളുകൾ ജീവിതത്തിന്റെ അവസാനത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഇബ്ലീസിന്റെ അവസ്ഥ കണ്ടില്ലേ? അവൻ മലക്കുകളുടെ കൂടെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന മലക്ക് അള്ളാഹുവിനോട് ഒരു തട്ടുത്തരം, ഒരു എതിർപ്പിന്റെ വാക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൽഊനും മത്രൂദുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശപിക്കപ്പെട്ടവനായി, ആട്ടപ്പെട്ടവനായി, പാപങ്ങൾക്കും തെറ്റുകൾക്കും നേതൃത്വം കൊടുക്കുന്നവനായി അള്ളാഹു അവനെ മാറ്റി. ബൽആം ഇബ്നു ബഊറ മഹാനായ വലിയൊരു പണ്ഡിതൻ ആയിരുന്നു. ആ പറയുന്ന പണ്ഡിതൻ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാതെ നായയോട് ഉപമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു ആ മനുഷ്യനെ, ഇൽമുണ്ട് എന്ന് കരുതി, ആലിമാന്ന് കരുതി, അള്ളാഹുവിന്റെ ഉഖൂബത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്നൊരിക്കലും സുരക്ഷിതനാണ് ഞാൻ എന്നുള്ള മാനസികാവസ്ഥയിൽ ഒരിക്കലും പോകരുത്. ഏത് നിമിഷം അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടാം, എന്റെ മനസ്സ് വ്യതിചലിച്ചു പോകാം, തെറ്റുകൾ എന്നെ പിടികൂടാം, തകർന്നു പോകാം. അള്ളാഹുവിന്റെ റഹ്മത്തില്, അള്ളാഹുവിന്റെ സുരക്ഷയില്, അവന്റെ മാപ്പില്, അവന്റെ മഗ്ഫിറത്തില് അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നർത്ഥം. വസബീലുൽ ഹഖ് ബൈനഹുമാ ലിഅഹ്ലിൽ ഖിബ്ല, മുസ്ലിമീങ്ങൾക്ക് സത്യത്തിന്റെ മാർഗം ഇത് രണ്ടിന്റെയും ഇടയിലാണ്. ഖൗഫിന്റെയും റജാഇന്റെയും, ഒരു ഭാഗത്തിൽ കൂടെ പേടിയും ഭയവും, മറ്റൊരു ഭാഗത്തിൽ കൂടെ പ്രതീക്ഷയും, അള്ളാഹുവിലുള്ള റഹ്മത്തിലുള്ള പ്രതീക്ഷയും. ഇതിന്റെ കൂടെ ഒരു ഭാഗത്തിൽ കൂടെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള സുരക്ഷയില്ലാത്ത, ഏത് നിമിഷം അപകടത്തിൽപ്പെടാം എന്നുള്ള പേടി, ഉത്കണ്ഠ. മറ്റൊരു ഭാഗത്തിൽ കൂടെ അള്ളാഹു സഹായിക്കും, സംരക്ഷിക്കും, മാപ്പ് നൽകും, പുറത്തു നൽകും, അള്ളാഹുവിന്റെ ഭാഗത്തിന് ഫറജ് വരും, രക്ഷ വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അത് രണ്ടിന്റെയും ഇടയിലായിരിക്കും. അതിന്റെ പുറമെ അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹ ആധിക്യം ഉള്ള നിലക്കുള്ള ഇബാദത്തായിരിക്കണം മുഅ്മിനായ ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടത്. വലാ യഖ്റുജുൽ അബ്ദു മിനൽ ഈമാനി ഇല്ലാ ബിജുഹൂദി മാ അദ്ഖലഹു ഫീ. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ ഭാഗം, ഒരാള് ഇസ്ലാമിൽ പ്രവേശിച്ച ഒരാളാണെങ്കിൽ ആ ദീനുൽ ഇസ്ലാമിൽപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ലാതെ ഇസ്ലാമിൽ നിന്ന് അവന് പുറത്തു പോകൂല. ഇതിന്റെ മുമ്പ് ഷെയ്ഖ് ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങൾ നിഷേധിക്കുക, ശിർക്കിന്റെയോ കുഫറിന്റെയോ കാര്യങ്ങൾ ചെയ്യുക പോലത്തത് പറഞ്ഞു. അതേപോലെ ഇസ്ലാമിൽ വന്ന ഒരാളാണെങ്കിൽ ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് അതിന്റെ നിർബന്ധമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിഷേധിച്ചു എന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ചെയ്യും. അതല്ലാതെ സുന്നികളായ ആളുകളങ്ങൾ മുശ്രിക്കീങ്ങളാക്കുകയാണ്, നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയാണ്. അങ്ങനെയൊന്നല്ല. ഒരാൾ ഫർളായ നിസ്കാരം ഒരാൾ നിർവഹിച്ച് ആ നിസ്കാരത്തിന്റെ അർക്കാനുകളും ശുറൂത്തുകളും പാലിച്ച് അങ്ങനെ പോയി ഏകദേശം അവസാനത്താ നേരത്ത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ചെയ്തു, നിസ്കാരം പൊളിഞ്ഞു പോകും, അത് നശിച്ചു പോകും. ഒരാൾ അങ്ങ് ശുദ്ധി വരുത്തി വുളു അങ്ങനെ വുളു വന്നിട്ട് അവൻ നിസ്കാരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനിടയിൽ അവന്റെ വുളു പോയി, അവന്റെ നിസ്കാരം ബാത്തിലാകും, വുളു അവന്റെ ബാത്തിലാകും.
രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളും നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരാൾ മുന്നോട്ട് പോയി അസറിന്റെ ശേഷം മഗ്‌രിബിനോട് അടുത്ത സമയത്ത് നോമ്പ് മുറിയുന്ന ഒരു കാര്യം ഒരാൾ ചെയ്തു, അവന്റെ നോമ്പ് ബാത്തിലാകും. ഹജ്ജിന്റെ കാര്യം ഇതാണ്. എന്നതുപോലെ ഒരാൾ മുസ്ലിമാണ്, അവൻ ഇസ്ലാമിലാണ്, അങ്ങനെ അവൻ പോകുന്നതിന്റെ ഇടയിൽ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ അവന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ ഇസ്ലാം അത് ബാത്തിലാകും, മുർത്തദ്ദാകും. നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് 8-10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത പല കാര്യങ്ങളുണ്ട് താനും. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ സാധാരണ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പല ആളുകളിൽ നിന്നും വന്നു പോകുന്ന 8-10 കാര്യങ്ങൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു റിസാലയിൽ നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ മുസ്ലിമാണ് എന്ന് കരുതി പിന്നെ മരിക്കണത് വരെ എന്തെന്നെ ചെയ്താലും എന്തെന്നെ പറഞ്ഞാലും ഏതെന്നെ ആദർശം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഇസ്ലാമിൽ തന്നെ നിൽക്കും എന്നുള്ളത് ആരും തെറ്റിദ്ധരിക്കരുത്. അവന്റെ അടുത്ത് ആ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഷിർക്കിന്റെ കാര്യങ്ങൾ വന്നാൽ, കുഫറിന്റെ കാര്യങ്ങൾ വന്നാൽ, ദീനുൽ ഇസ്ലാമിനെ പരിഹസിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിച്ചാൽ, റസൂൽ കൊണ്ടുവന്ന ദീൻ ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്ലാമി ദീനുൽ ഇസ്ലാമിൽ നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വരിയിൽ കൂടെ പറഞ്ഞത്. ദീനുൽ ഇസ്ലാമിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. അതല്ലാത്ത മറ്റ് പല കാര്യങ്ങളിൽ കൊണ്ടും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുമ്പുള്ള ചില ഭാഗങ്ങളിൽ കൂടെ ചില കാര്യങ്ങൾ അത് പറയുകയും ചെയ്തിരുന്നു. هذا وصلى الله وسلم وبارك على نبينا محمد وآله وصحبه.